താമരശ്ശേരി ബാലുശ്ശേരി റോഡിൽ വിവാഹ സംഘത്തിന്റെ വാഹനങ്ങൾക്ക് മുൻപിൽ യുവാക്കളുടെ അഭ്യാസം. 3 ബൈക്കുകളിലായി എത്തിയ യുവാക്കളാണ് ഈ അഭ്യാസ പ്രകടനം നടത്തിയത്. അഭ്യാസം ചോദ്യം ചെയ്ത വാക്കേറ്റത്തിലും കയ്യാങ്കളിയിലും കലാശിച്ചു. വിവരങ്ങളുമായി ഇംതിയാസ് കരീം ചേരുന്നുണ്ട്. ഇംതിയാസ്, നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം ഇവർ അടികൂടുന്നത്. ഈ ഒരു വാഹനത്തിന് മുന്നിലാണോ ഇവർ ഈ അഭ്യാസ പ്രകടനം കാണിച്ചത്? എന്തായിരുന്നു പ്രകോപനം? ജയലക്ഷ്മി, തീർച്ചയായിട്ടും ഈ കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ജയലക്ഷ്മി പറഞ്ഞ പോലെ ഈ വിവാഹ സൽക്കാരം കഴിഞ്ഞ് മടങ്ങി വരുന്ന വാഹനങ്ങളായിരുന്നു. ഈ വാഹനങ്ങൾക്ക് മുൻപിൽ 3 ബൈക്കുകളിലായി 6ഓളം പേർ എത്തുകയും ഇവർ ഒരുപാട് നേരം ഈ അഭ്യാസ പ്രകടനങ്ങളുമായി മുന്നോട്ട് പോയപ്പോൾ അത് ചോദ്യം ചെയ്യുകയായിരുന്നു. അത് ചോദ്യം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യം വാക്കേറ്റമായി. ഈ വാക്കേറ്റമെല്ലാം അവിടെയുള്ള ആ സമീപത്തുള്ള പ്രദേശത്തുകാരെല്ലാം കണ്ടു നിൽക്കുന്നുമുണ്ടായിരുന്നു. പിന്നീട് ഇത് കയ്യാങ്കളിയിലേക്ക് പോവുകയായിരുന്നു. തമ്മിൽ അടിപിടിയായി. ഒരുപാട് നേരം അടിപിടി തുടർന്നു എന്നാണ് പറയുന്നത്. പിന്നീട് അവിടെയുള്ള നാട്ടുകാരൊക്കെ ഇടപെട്ട് തന്നെയാണ് അത് അവരെ മാറ്റി നിർത്തിയതും. ഇതിൽ പരിക്കേറ്റവരെയൊക്കെ തൊട്ടടുത്തുള്ള ജില്ലാ ആശുപത്രിയിലും മറ്റും പ്രവേശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ എന്താണ് പ്രകോപനത്തിന് കാരണമെന്ന് ചോദിച്ചാൽ ഈ അഭ്യാസ പ്രകടനം തന്നെയായിരുന്നു ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. കാരണം ഇവരുടെ വഴി തടസ്സം സൃഷ്ടിക്കുന്നു. ഇവർക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്തൊരവസ്ഥ വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് അടിയിലേക്ക് പോകുന്നത് എന്നാണ് അവിടുത്തെ ദൃക്സാക്ഷികളടക്കം ഇപ്പോൾ പറയുന്ന കാര്യം. ഇപ്പോൾ താമരശ്ശേരി പോലീസിൽ നമ്മൾ ബന്ധപ്പെടുന്ന സമയത്ത് ഒരു കേസെടുക്കുന്ന സാഹചര്യത്തിലേക്കൊന്നും കാര്യങ്ങൾ പോയിട്ടില്ല. പരാതി ലഭിച്ചിട്ടില്ല എന്നാണ് താമരശ്ശേരി പോലീസ് ഇതിൽ വ്യക്തമാക്കുന്നത്. എന്തായാലും വളരെയധികം ഞെട്ടിപ്പിക്കുന്ന ഒരു ദൃശ്യം തന്നെയാണ്. റോഡിന്റെ നടുവിൽ വാഹനങ്ങൾക്ക് മുൻപിൽ നിന്നുകൊണ്ട് ഒരുപാട് നേരം അടിപിടി കൂടി എന്നുള്ളതാണ് കാര്യം. ജയലക്ഷ്മി. ശരി ഇംതിയാസ്, 3 ബൈക്കുകളിലായി എത്തിയ യുവാക്കളാണ് അഭ്യാസ പ്രകടനം നടത്തിയത്. അഭ്യാസം ചോദ്യം ചെയ്തത് വാക്കേറ്റത്തിലും കയ്യാങ്കളിയിലും കലാശിച്ചു. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ മാതൃഭൂമി ന്യൂസിലൂടെ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്.